കണ്ടോ ഈ വീഡിയോ കണ്ടോ നിങ്ങൾ? അയർലാൻഡിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻസിന്റെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യാണ്. ഈ ബ്രദർ എത്ര നന്ദി പറഞ്ഞാൽ മനസ്സിലാവില്ല, മതിയാവില്ല. എന്തെന്നറിയാവോ? പല ആളുകളും 90 ഡേയ്സ് 80 ഡേയ്സ് ലെഫ്റ്റ് എന്ന് പറയാനല്ലാതെ അവർ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് ആരും തന്നെ പറയാറില്ല. പക്ഷെ ഈ ബ്രദർ ഡെഫിനറ്റ്ലി അയാൾ ഷെയർ ചെയ്ത് കൊടുത്തു. അയാൾക്ക് വന്ന മിസ്റ്റേക്ക് എന്തായിരുന്നു മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. നിങ്ങൾ കറന്റ് അയർലാൻഡിലെ സ്റ്റുഡൻസ് ആണ്, എത്ര ജോബിന് അല്ലെങ്കിൽ റീസെന്റ് വന്നിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റുഡന്റ് ആരെങ്കിലും ആയിക്കോട്ടെ, മറന്നു പോവാതിരിക്കുക. നിങ്ങൾ വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയുള്ള പാർട്ട് ടൈം സ്റ്റിക്ക് ഓൺ ചെയ്യരുതേ. ആ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അൺപെയ്ഡ് ആയിക്കോട്ടെ പെയ്ഡ് ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിലായിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിലാണോ ജോബ് നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്, നിങ്ങൾ ഏത് മേഖലയാണ് നിങ്ങൾ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ബാച്ചലേഴ്സോ കംപ്ലീറ്റ് ചെയ്തുള്ളത്, ആ ഡൊമൈനിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ ഗെയിൻ ചെയ്യൽ നിർബന്ധമാണ്. അതില്ലാതെ നിങ്ങൾക്കൊരു ഡയറക്റ്റ് ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിജക്ഷൻസ് കിട്ടാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണന വളരെ കുറവായിരിക്കും. ഇപ്പൊ കറന്റ് യൂറോപ്പിൽ അല്ലെങ്കിൽ അയർലാൻഡിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ഇതൊരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകാൻ പേടിയുണ്ട്, ഇങ്ങനെ പോകുന്ന ഒരു തോന്നലുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ സ്വിച്ച് ചെയ്തോ, നിങ്ങൾ ടൈം അനുസരിച്ച് മാറ്റിക്കോ. പ്രോപ്പർ ആയിട്ട് ഇതുപോലുള്ള അൺപെയ്ഡോ പെയ്ഡ് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഡൊമൈനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൊഫഷണൽ ജോബിന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നോക്കിക്കോ. ഇനി ആർക്കെങ്കിലും ഇത് മേഖലയിൽ നിങ്ങൾ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ് കിട്ടുന്ന ഡീറ്റെയിൽസോ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്റേൺഷിപ്പ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഫ്രീ ഇന്റേൺഷിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കണക്ട് ചെയ്ത് തരാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു.